സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ രൂക്ഷമായിരിക്കുന്ന ആഫ്രിക്കൻ ഒച്ചുശല്യം കോഴിക്കോട് തിരുവമ്പാടിയിലും രൂക്ഷമായി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉന്മൂലന നടപടികളൊക്കെ ആരംഭിച്ചു. കാർഷിക വിളകൾക്കൊപ്പം ജനങ്ങളുടെ ആരോഗ്യത്തിനും ഒച്ചുകൾ ഭീഷണിയായതോടെയാണ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത്. ഒരാഴ്ച മുമ്പാണ് ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ ഒച്ചുകളെ കണ്ടു തുടങ്ങിയത്. KSEB ഓഫീസിന് പുറകുവശത്തും KSRTC ഗ്യാരേജിന് സമീപത്തെ പറമ്പിലുമാണ് ഒച്ചുകൾ ഏറ്റവും കൂടുതലായി പ്രത്യക്ഷപ്പെടുന്നത്. പ്രശ്നം ഗുരുതരമായതോടെ പഞ്ചായത്ത് ഭരണസമിതി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെയും കൃഷി ഓഫീസറെയും ഉൾപ്പെടുത്തി അടിയന്തര യോഗം ചേരുകയും ഒച്ചുകളെ നശിപ്പിക്കാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമൊപ്പം ഹരിതകർമ്മ സേനാംഗങ്ങളും വ്യാപാരികളും വിവിധ ക്ലബ് പ്രവർത്തകരും നാട്ടുകാരും ഒച്ചു നശീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നുണ്ട്. ഒച്ചുകൾ വ്യാപകമായ ഇടങ്ങളിൽ നിന്നും അവയെ ശേഖരിച്ച് ഒരിടത്ത് കൂട്ടിയിട്ട് ജൈവലായനി തളിച്ചാണ് ഇവയെ നശിപ്പിക്കുന്നത്. പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലും ഒച്ചിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനാൽ വരും ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ട് അറിയിച്ചു. ഇത് വ്യാപകമായിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ കൃഷിയിടങ്ങളിൽ ഈ ആഫ്രിക്കൻ ഒച്ച് വന്നു കഴിഞ്ഞാൽ അത് കർഷകരെയും കൃഷിയെയും അതുപോലെ തന്നെ മറ്റ് അനുബന്ധമായി ജീവിക്കുന്ന ആളുകളെയും ഇതിനെ ബാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശരീരം 3 വർഷത്തോളം ഭക്ഷണമില്ലാതെ, അല്ലെങ്കിൽ 3 വർഷത്തോളം ഭക്ഷണമില്ലാതെ ഇതിന് ജീവിക്കാൻ സാധിക്കുമെന്നാണ് പഠനം പറയുന്നത്. നമുക്കിത് മസ്തിഷ്ക ജ്വരം പോലെയുള്ള അല്ലെങ്കിൽ വ്യാപകമായ രീതിയിൽ ഇത് പ്രചരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന സ്രവം പോലെയുള്ള, അല്ലെങ്കിൽ ഇത് മനുഷ്യൻ്റെ ശരീരത്തിൽ പറ്റിയ ചൊറികൾ പോലുള്ള അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങൾ ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ട്, വൈസ് പ്രസിഡന്റ് അജിത PR, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫിറോസ് ഖാൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുനീർ, കൃഷി ഓഫീസർ മുഹമ്മദ് ഹസൻ എന്നിവർ നേതൃത്വം നൽകി. വ്യാപാരി വ്യവസായികൾക്കൊപ്പം JCI, റോട്ടറി, TDRF, സൗബർണിക, വൈറ്റ് ഗാർഡ്, ടീം ഓഫ് നെല്ലാനി ചാലിൽ തുടങ്ങിയ ക്ലബ്ബുകളും സജീവമായി പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.